വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി CPM ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അയാൾ BJP പോയെന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി ആരാ? വർഗീയ കക്ഷി ആരാ? BJP ആണ്. അപ്പോൾ അയാൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? അയാളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടെന്ന് പറയുന്നത് എത്ര വികലമാണ് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണിത്. അതുകൊണ്ട് CPM ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രതികരണത്തിൻ്റെ കാര്യമില്ല. CPM കാരനല്ല, അത്രേ ഉള്ളൂ. ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ട് നിയമസഭയിൽ. അതെങ്ങനെയാണ് വലവേശി? ഒരു ചോർച്ച ഉണ്ടാവില്ല, അത് 100% ഉറപ്പാണ്. എത്രയോ പേര് BJP പോയി. നമ്മുടെ ആന്റണിയുടെ മകൻ പോയിട്ട് എന്ത് ചോർച്ചയുണ്ടായി? BJP വോട്ട് കുറയാണ് ഉണ്ടായത്. നമ്മുടെ തൃശ്ശൂരിൽ നമ്മുടെ കരുണാകരൻ്റെ മകൾ BJP പോയി, എന്നിട്ട് വോട്ട് വർദ്ധിച്ചു. അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇതെല്ലാം രാഷ്ട്രീയമായ ചില തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സംഭവമാണ്. പിന്നെ നിങ്ങൾ മാധ്യമക്കാർ അന്വേഷിക്കൂ എന്തുകൊണ്ടാണ് അദ്ദേഹം പോയത് എന്നുള്ള കാര്യം. നിങ്ങളിൽ പലർക്കും അറിയാം. അത് ഞാനിവിടെ ഒരു പരസ്യമായിട്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നില്ല. എന്തുകൊണ്ടാണ് പോകേണ്ടി വന്നത് എന്നുള്ള കാര്യം. അതല്ലെങ്കിൽ BJP ചേർക്കാൻ ഇടയായ സാഹചര്യം എന്ത് എന്നത് മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചാൽ മതി. അല്ല, അത് നിങ്ങൾ അന്വേഷിക്കൂ. നിങ്ങളെല്ലാം അലിഗേഷൻ, ഏത് അലിഗേഷൻ? അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾ അന്വേഷിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ആരോപണമൊന്നും ഉന്നയിച്ചില്ല. നിങ്ങൾ അന്വേഷിക്കൂ. നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടല്ലോ. നിങ്ങളെല്ലാം ഇതെല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നവരാണല്ലോ. ഈ മധ്യ കേരളത്തിൽ നിന്ന് കൂടുതൽ ഇടതുപക്ഷ നേതാക്കൾ BJP വരുമെന്നുള്ള അവകാശവാദങ്ങൾ BJP നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടോ അങ്ങനെ ഒഴുകി പോകുന്നത്? അല്ല, ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ അല്ല, കണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ. റെജി ലൂക്കോസിന് CPM ഒരു ബന്ധവുമില്ല. അത്രേ ഉള്ളൂ.